നോക്കി. BRM ഷഫീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഓടി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് ഇറക്കിയ ഒരു സിനിമാ നടനായിരുന്നു ധർമ്മജൻ ബോൾഗട്ടി. ബാലുശ്ശേരി പോയിട്ട് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വെള്ളമടിച്ച് അവിടെ കിടന്ന് അവിടെ ഉള്ള വോട്ടും നശിപ്പിച്ചു, അവിടുത്തെ കോൺഗ്രസ്സുകാരെയും വെറുപ്പിച്ചു, അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും ലാസ്റ്റ് പ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഒരു പണിയില്ലാതെ ജോലിയില്ലാതെ നടക്കുന്ന ഒരു ജയൻ ചേർത്തല, അദ്ദേഹമാണ് അടുത്ത് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. സിനിമയിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോയേക്കുന്ന ഒരാളെ ഇങ്ങനെ വലിച്ചു കയറ്റേണ്ട എന്ത് കാര്യമാണ് കോൺഗ്രസിനുള്ളത്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ JS അഖിലൊക്കെ ഉൾപ്പെടെ എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോൾ CPM പറഞ്ഞത് നാളെ പ്രേംകുമാർ കോൺഗ്രസിനെയും പറയും. പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാൻ യോഗ്യനായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി P സരിനായിരുന്നു. ആ P സരിന് അവഗണന നേരിട്ടു. പിന്നെ പാലക്കാട്ട് മത്സരിക്കാൻ വന്ന ആളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ പറഞ്ഞ സരിനുണ്ടായിരുന്നു. സ്റ്റേജിൽ ഒരു കസേര ഇരിക്കാൻ കിട്ടിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ BJP വിടുന്നത്. ഇതിനു മുമ്പ് CPM ഒരുപാട് സിനിമാ നടന്മാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ KV ഗണേഷ് കുമാർ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് UDF വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. നമസ്കാരം. സിനിമാക്കാരൊന്നാകെ കോൺഗ്രസിലേക്ക് പോകുന്നു, കോൺഗ്രസ്സുകാർ സിനിമയിലേക്കും പോകുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്. ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് പോകുന്നു, പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയ മണ്ഡലങ്ങൾ സിനിമാക്കാരെ കൊണ്ട് നിറയുകയാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കോൺഗ്രസ്സുകാരും സിനിമയിലേക്കൊന്നും പോകാനായിട്ടുള്ള സാധ്യത കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഈ പോസ്റ്റർ ഒട്ടിച്ച് അടിയും സമരവും ഒക്കെ ആയിട്ട് നടന്ന് പോലീസ് കേസും ഒക്കെ ആയിട്ട് നടന്ന ഒരുപാട് ആളുകൾ പാർട്ടിക്കകത്തുണ്ട്. അവരുടെയൊക്കെ അവസ്ഥയാണ് ഇപ്പം എന്താണ് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, കഴക്കൂട്ടത്തേക്കൊക്കെ പരിഹരിച്ചിട്ടുള്ള BRM ഷഫീറിനെ പോലെയൊക്കെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. BRM ഷഫീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഓടി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ എത്രയോ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്, വളരെ സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ആളുകൾ. അവർക്കൊക്കെ കിട്ടേണ്ട ഒരു അവസരമാണ് കുറെ പെട്ടിപിടുത്തക്കാർക്കും അതോടൊപ്പം തന്നെ കുറെ സിനിമാക്കാർക്കുമായിട്ട് കൊണ്ടുപോയിട്ട് കോൺഗ്രസ് അടിയറവ് വയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലാണ്, നിരാശ ഉണ്ടാക്കുക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ഇറക്കിയ ഒരു സിനിമാ നടനായിരുന്നു ധർമ്മജൻ ബോൾഗട്ടി. ബാലുശ്ശേരി പോയിട്ട് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ വെള്ളമടിച്ച് അവിടെ കിടന്ന് അവിടെ ഉള്ള വോട്ടും നശിപ്പിച്ചു, അവിടുത്തെ കോൺഗ്രസ്സുകാരെയും വെറുപ്പിച്ചു, അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും ലാസ്റ്റ് പ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പൊ ആ ഒരു അനുഭവം കോൺഗ്രസിന് മുമ്പിലുണ്ട്. അവസാനം പൊട്ടിക്കറിയുകയും ചെയ്യേണ്ടി. അത് അവസാനം പൊട്ടിക്കറിയുക മാത്രമാണോ? VD സതീശനെ പച്ചയ്ക്ക് തെറിയും പറഞ്ഞില്ലേ? ആലോചിച്ച് നോക്കിക്കേ. അവിടെ പോയി കള്ളു കുടിച്ച് കിടന്ന് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാണ്ട് കിടന്ന ഒരുത്തൻ പിന്നീട് എറണാകുളത്ത് വന്നിട്ട് VD സതീശനെ തെറി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ധർമ്മജൻ ബോൾഗാട്ടി ഒരു വൻ പരാജയമായിരുന്നു എന്ന കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ പരിഗണിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ സ്വയം ഇല്ലാതാവാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതുകൂടാതെ തന്നെ പിന്നെ ഇപ്പോൾ ഒരു പണിയില്ലാതെ ജോലിയില്ലാതെ നടക്കുന്ന ഒരു ജയൻ ചേർത്തല, അദ്ദേഹമാണ് അടുത്ത് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. ചേർത്തലയിലൊക്കെ ശരത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറി എന്നൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ചെറുപ്പക്കാരനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ചേർത്തല എന്നൊക്കെ പറയും. ജയവും പരാജയവും എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ ജയൻ ചേർത്തലയെ നിർത്തി 10,000 വോട്ടുകൾക്ക് തൂക്കുന്നതിനേക്കാൾ നല്ലതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ട് ഒരുത്തൻ നിന്നിട്ട് 5,000 വോട്ടുകൾക്ക് തൂക്കുകയാണെങ്കിൽ തൂക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് കട്ടയ്ക്ക് കട്ട മത്സരമായിരുന്നു ചേർത്തലയിൽ. ഈ ശരത്തും മന്ത്രി പ്രസാദുമായിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കനത്ത ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു ചേർത്തലയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക് വന്ന് ഇപ്പോൾ അവിടെ നിന്ന് ചേർത്തലയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജയൻ ചേർത്തലയുടെ രാഷ്ട്രീയ പ്രവേശനം എങ്ങനെയായിരുന്നു? NCPയിലൂടെ ആയിരുന്നു. ഈ NYCയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു പുള്ളി. NYCയിൽ ഗതി പിടിക്കാതെ വന്നതോടുകൂടിയിട്ടാണ് പുള്ളിക്കാരൻ CPIയിൽ പോയി ചേർന്നത്. CPIയിൽ നിന്നാണ് ഇപ്പോൾ രാജിവെച്ചിട്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്തോ ആയിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയിൽ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ജയൻ ചേർത്തല ഇപ്പോൾ കോൺഗ്രസിലേക്ക് വരുന്നത്. ജയൻ ചേർത്തലയെ കുറിച്ചൊക്കെ കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിലുള്ള അഭിപ്രായം എന്താണ് എന്നെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ ഇവരെയൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറ്റാനായിട്ട്, അല്ലെങ്കിൽ വിളിച്ച് വീട്ടിലേക്ക് കയറ്റാനായിട്ട്? ഞാൻ പറയട്ടെ, സാംസ്കാരിക കേരളത്തിനോ രാഷ്ട്രീയ കേരളത്തിനോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ജയൻ ചേർത്തല എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ഇത് ഒന്നുമല്ലാത്ത സിനിമയിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോയേക്കുന്ന ഒരാളെ ഇങ്ങനെ വലിച്ചു കയറ്റേണ്ട എന്ത് കാര്യമാണ് കോൺഗ്രസിനുള്ളത്? കോൺഗ്രസിനകത്ത് ഇഷ്ടംപോലെ നല്ല ചെറുപ്പക്കാരില്ലേ?
അപ്പോൾ അവരെയൊക്കെ മത്സരിപ്പിച്ചാൽ പോരെ? പോട്ടെ, മത്സരിച്ചില്ല എന്ന് വരിക, ജയൻ ചേർത്തല മത്സരിച്ചില്ല എന്ന് വരിക. ജയൻ ചേർത്തലയ്ക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കോർപ്പറേഷനോ ബോർഡോ ഒക്കെ കൊടുക്കാന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ അവസരമല്ല അവിടെ നഷ്ടപ്പെടുന്നത്. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി പരിശോധിച്ച് നോക്കിയാൽ പ്രേംകുമാറിനെയൊക്കെ ഇത്രയും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കേണ്ട എന്ത് കാര്യമാണ്? അദ്ദേഹത്തിനാണ് കഴക്കൂട്ടം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കഴക്കൂട്ടത്തൊക്കെ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. നല്ല ചെറുപ്പക്കാരുള്ളതല്ലേ കഴക്കൂട്ടത്തൊക്കെ. അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ജയസഖിലൊക്കെ ഉൾപ്പെടെ എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. അപ്പൊ അവരെ ഒന്നും പരിഗണിക്കാതെ പ്രേംകുമാറിനെ പോലുള്ള സിനിമാക്കാരെ, ജയൻ ചേർത്തലെ പോലുള്ള സിനിമാക്കാരെയൊക്കെ, അല്ലെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെയുള്ള സിനിമാക്കാരെയൊക്കെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്നു. ഒരു പ്രാവശ്യം തോറ്റു കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ പെട്ടിയും കിടക്കുകയും എടുക്കും. അതിനുശേഷം നേരെ പച്ചത്തെറിയായിരിക്കും പറയുന്നത്. ഇന്നിപ്പോൾ CPM പറഞ്ഞ തെറി നാളെ പ്രേംകുമാർ കോൺഗ്രസിനെയും പറയും. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ പ്രേംകുമാറിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ ഇതേ കോൺഗ്രസിനെതിരെ വരെ പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ആ നിലയിൽ തിരിച്ചും കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ പ്രേംകുമാർ ഈ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത നിലപാടുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും വസ്തുതയാണ്. ഇല്ല, അതിനൊരു പ്രസക്തി ഇല്ല ഷാഫി. കാരണം എന്താ അറിയോ, ഇപ്പൊ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലെത്തുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവിടെ ഇപ്പൊ തന്നെ പി സരിൻ കോൺഗ്രസ് വിട്ടിട്ട് CPM പോകുന്ന എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? കാരണം പി സരിനെ സംബന്ധിച്ചിട്ട് പി സരിന് പറയാൻ കുറച്ച് റീസണുകളുണ്ട്. ആ റീസണുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാൻ യോഗ്യനായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി പി സരിനായിരുന്നു. ആ പി സരിന് അവഗണന നേരിട്ടു. പിന്നെ പാലക്കാട്ട് മത്സരിക്കാൻ വന്ന ആളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ പറഞ്ഞ സരിനുണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സരിൻ പിന്നീട് ഇവിടെ രക്ഷയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് പുള്ളി CPM പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ സന്ദീപ് വാര്യരുടെ അവസ്ഥ ഇതല്ലായിരുന്നു. സ്റ്റേജിൽ ഒരു കസേര ഇരിക്കാൻ കിട്ടിയില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ BJP വിടുന്നത്. സോണിയാഗാന്ധി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, ജവഹർലാൽ നെഹ്റുവിനെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതൊരു പ്രശ്നമേ അല്ല, അങ്ങനെ പറയാനും പാടില്ല. കാരണം അതൊരു നിലപാട് മാറ്റമാണ്. സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മാതൃപ്രസ്ഥാനം പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ നാവുകൾ അവർ വിലക്കെടുക്കുകയായിരുന്നു. എൻ്റെ ആശയങ്ങൾ ഇതൊന്നുമല്ല, എൻ്റെ ആശയങ്ങൾ മതേതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന നെക്സ്റ്റ് ഡേ പോയത് പാണക്കട്ടയ്ക്കാണ് പോയത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവരുടെയൊക്കെ നിലപാടുകൾ വളരെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. കാരണം ഇന്നെടുക്കുന്ന നിലപാടല്ല നാളെ എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്രേംകുമാറിനൊക്കെ എന്ത് നിലപാട്, അതല്ലെങ്കിൽ ഈ ജയൻ ചേർത്തലയ്ക്കൊക്കെ എന്ത് നിലപാട്, അല്ലെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിക്കൊക്കെ എന്ത് നിലപാട്? ഒരു നിലപാടും ഇല്ലെന്നേ. രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ പ്രേംകുമാറിനെ പോലെയുള്ള ആളുകൾക്കൊന്നും. കാരണം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. ഇപ്പം എൻ്റെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ, എൻ്റെ നാട്ടിലൊരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുണ്ട്. ഏകദേശം 100-ലധികം കേസുകളിൽ അയാൾ പ്രതിയാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഒരു ചാണ്ടി ഉമ്മൻ്റെ PA മൈൻഡിൽ അയാൾ അങ്ങനെ മാറി നിൽക്കുന്നു. അയാൾ ഒരു വാർഡിൽ പോലും അയാളെ മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എറണാകുളത്തൊക്കെ നമ്മളൊരു കാര്യം നോക്കുക, എറണാകുളത്തൊക്കെ നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സമരങ്ങളുടെ വിഷ്വൽസ് എടുത്ത് പരിശോധിക്കുക. ആ വിഷ്വലുകളിലൊക്കെ ഫ്രണ്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ KSU സമരങ്ങൾ, തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള KSU സമരങ്ങളുടെ ഒരു വിഷ്വൽ എടുത്ത് പരിശോധിക്കുക. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് സമരം ചെയ്തിട്ടുള്ള ഒരാളും ഒന്നും ആയിട്ടില്ല. ആകപ്പാട് ഒരു മിവ ജോളി എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി മാത്രം വാഴക്കുളം പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചെന്തോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എന്തോ ഒരു പദവി കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഈ നമ്മളുടെ ഹരിപ്പാട്, സ്വപ്ന ഹരിപ്പാടോ അങ്ങനെ ഒരു പെൺകുട്ടി, പിന്നെ ജഷീർ പള്ളി മുട്ടട എന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കുള്ള ഏത് KSUക്കാർക്കാണ്, ഏത് യൂത്ത് കോൺഗ്രസ്സുകാർക്കാണ് ഇവിടെ അംഗീകാരം കിട്ടിയിട്ടുള്ള? ആർക്കും ഇല്ല. അതേസമയം സമരത്തിൽ പോയിട്ട് അടികൊള്ളാത്ത, എന്നാൽ സമരത്തിൻ്റെ അടുക്കൽ പോയി നിന്ന് അഭിനയിച്ചിട്ട് അതെടുത്ത് റീൽസ് ഇട്ടിട്ടുള്ള ആളുകളാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ഒക്കെ നേതാക്കന്മാരും MLA-മാരും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. കോൺഗ്രസ് ഒരു അമ്മാവൻ രാഷ്ട്രീയത്തിലൂടെയാണ് പോകുന്നത്. അമ്മാവൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു രീതിയല്ല എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇതിനു മുമ്പ് CPM ഒരുപാട് സിനിമാ നടന്മാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ പറയുമായിരിക്കും മുകേഷ് സിനിമാ നടൻ.
നടനല്ലേ, അതോടൊപ്പം തന്നെ ഇന്നസെന്റ് സിനിമാ നടനല്ലേ, മുരളി നേരത്തെ മരിച്ചുപോയ മുരളി ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സിനിമാ പ്രവർത്തകരെയൊക്കെ ഈ പറഞ്ഞ CPM രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു അടിയുറച്ച CPM ആദർശത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്ന ഇന്നസെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ മുകേഷ് എന്നൊക്കെ പറഞ്ഞാൽ KPSC തുടങ്ങിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധമാണ് മുകേഷിൻ്റെയൊക്കെ. അതിനെ ഇപ്പം മറ്റേ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ട്രോളുന്ന സമയത്തും അദ്ദേഹം അത് സിനിമയിൽ നിൽക്കുന്ന സമയത്താണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് KPSC-മായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാണ് അവരൊക്കെ. നാടകങ്ങളെ കുറിച്ചൊക്കെ KPSC-യുടെ പല പരിപാടികളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവാണ് ആർ ബാലകൃഷ്ണപിള്ളയാണ് KB ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ KB ഗണേഷ് കുമാർ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് UDF-ന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. മറിച്ച് ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ആളുകൾ, കുറേ സിനിമാ നടന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ, അവരെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഹൈപ്പ് ഉണ്ടാക്കാം എന്ന് കരുതി സ്ഥാനാർത്ഥികളാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കയ്യിലിരിക്കുന്ന 42 സീറ്റിൽ നിന്ന് അത് കുറയാതെ സൂക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നെനിക്ക് തോന്നുന്നു. കോൺഗ്രസിനകത്ത് കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്തിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും അതല്ലാതെ മുതിർന്നവരേക്കുമൊക്കെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ CPM-ന്റെ അടുക്കളപ്പുറത്തിരുന്ന ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് വലിയ ലഹളയുണ്ടാവും, കലഹമുണ്ടാകും എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വവും AICC മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.